ഇന്ന് നമ്മൾ 9ാം ക്ലാസ് പുതിയ SCERT പുസ്തകത്തിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ 7ാമത്തെ ചാപ്റ്ററായ മണലാരണ്യത്തിലൂടെ ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ആടുജീവിതം എന്ന നോവല് നിങ്ങൾ പലരും വായിച്ചു കാണും. അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽമണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയയിടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. അപ്പോൾ ബെന്യാമീന്റെ ആ നോവലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമീന്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. തൊഴിൽ തേടി മധ്യ ഏഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിന്റെ ജീവിതമാണ് നോവലിന്റെ ഇതിവൃത്തം. വരണ്ടതും വിരളമായി മാത്രം സസ്യജാലം വളരുന്നതും അതിവിശാലമായ ഇത്തരം മണലാരണ്യം നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും സിനിമകളിലും എല്ലാം കണ്ടിട്ടുണ്ട്. വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശു നിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്, അല്ലേ? നിറയെ മണലും വെള്ളത്തിന്റെ ലഭ്യത വളരെയധികം കുറവുമാണ് ഈ പ്രദേശത്ത്. പിന്നെന്താണ്, വളരെയധികം ചൂടും കൂടുതലാണ്, അല്ലേ? അതുകൊണ്ടാണ് വരണ്ട കാലാവസ്ഥ അവിടെ. അപ്പൊ എന്താണ് മരുഭൂമികൾ എന്ന് നമുക്ക് നോക്കാം. 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്, കേട്ടോ. 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്നറിയപ്പെടുന്നത്. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയാണോ? കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞല്ലേ, വരണ്ട കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ഉഷ്ണമാണ്. പക്ഷേ ശീത മരുഭൂമിയും ഉണ്ട്, മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട മരുഭൂമി. അപ്പോ നമുക്ക് ഈ മരുഭൂമിയെ 2 തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. ധ്രുവപ്രദേശങ്ങളിലും മീത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ. നമുക്കറിയാമല്ലേ, പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലെ, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരുന്നു. അതുകൊണ്ട് അവിടെ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശമാണ് ഉഷ്ണമരുഭൂമി. അപ്പോൾ പകൽ താപനില എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയിലെ താപം ഇവിടെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം, ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടായിരിക്കാം? ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. കാരണം മണലിന്റെ പ്രത്യേകതയാണ്, കേട്ടോ. മണലിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഒരു താപാന്തരം വരുന്നത്. മണലിന് താപനില നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട്. മണലിന് താപം വേഗത്തിൽ ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ വികിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് പകൽ സമയത്ത് താപനില അതിവേഗം ഉയരാനും രാത്രിയിൽ അതിവേഗം താപനില കുറയാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈർപ്പത്തിന്റെ അഭാവം,
അതും ഈ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിറ്റി അല്ലെ, മരുഭൂമികളിൽ ഈർപ്പം വളരെ കുറവാണ്. താപനിലയിലെ മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ ജലബാഷ്പത്തിന് കഴിയുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് താപനിലയിലെ വ്യതിയാനങ്ങളെ വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട്. ഏതാണ്? ഥാർ മരുഭൂമി അല്ലെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി. മറ്റ് മരുഭൂമികൾ ഏതൊക്കെയാണ്? ഈ ഉഷ്ണമരുഭൂമികളിൽ ചിലത് സഹാറ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. അതേപോലെ തന്നെ അറേബ്യൻ മരുഭൂമി അറേബ്യൻ ഉപദ്വീപില് സ്ഥിതി ചെയ്യുന്നതാണ്. പിന്നെ ഗോബി മരുഭൂമി ചൈനയിലും മംഗോളിയയിലും കൂടെ സ്പ്രെഡായിട്ട് കിടക്കുക, വ്യാപിച്ച് കിടക്കുന്നതാണ്. പിന്നെ കലഹാരി ഡെസേർട്ട് ഉണ്ട് അല്ലെ, കലഹാരി മരുഭൂമി, അത് ദക്ഷിണാഫ്രിക്കയിൽ കാണപ്പെടുന്നതാണ്. പിന്നെ ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമിയുണ്ട്, അത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശീത മരുഭൂമികളെ കുറിച്ചും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഥാറിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടാട്ടെ. അപ്പോൾ ഥാർ മരുഭൂമി അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി, ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്താണ്? ഥാർ മരുഭൂമിയുടെ സ്ഥലം ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. കാലാവസ്ഥ എങ്ങനെയാണ്? വളരെ വരണ്ടതും ചൂടുള്ളതുമായ കാലാവസ്ഥയാണ് ഇവിടെ. ഉയർന്ന പകൽ താപനിലയും കുറഞ്ഞ രാത്രി താപനിലയും, അത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഉഷ്ണമരുഭൂമിയുടെ ഒരു ഫീച്ചറാണത്. മഴ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവിടെ ലഭിക്കുന്നുള്ളൂ. വാർഷിക മഴ 150 മില്ലിമീറ്ററിൽ താഴെ. കേരളത്തിൽ ഒരു ദിവസം അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ സസ്യജാലങ്ങളോ? വരണ്ട കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സസ്യജാലങ്ങളാണ് ഇവിടെ കാണുന്നത്. നദികളുടെ കാര്യം പറഞ്ഞാൽ ലൂണി നദി അല്ലെ, ലൂണി നദിയാണ് ഈ പ്രദേശത്തെ ഒരു പ്രധാന നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശീതമരുഭൂമിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലോകത്തിൽ കാണപ്പെടുന്ന ശീതമരുഭൂമികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ലഡാക്ക്, ഗ്രീൻലാൻഡിലുണ്ട് കേട്ടോ, ആർട്ടിക് മരുഭൂമിയുടെ ഭാഗങ്ങളുണ്ട്. പിന്നെ അന്റാർട്ടിക്ക അല്ലെ, അന്റാർട്ടിക്ക റീജിയൻ, അതൊക്കെ ശീത മരുഭൂമികളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാൻ സാധിക്കും. ഥാർ മരുഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി എന്നിവ നമുക്കിപ്പോൾ മനസ്സിലായി. നമുക്ക് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് ഇടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. എന്താണ് ഇതിന് കാരണം? ഇന്ത്യയിൽ മുഖ്യമായിട്ടും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പടിഞ്ഞാറൻ തീര സമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അതിന്റെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ട് രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി എങ്ങനെയാണ്? ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്
അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ അരാവലി മലനിരകള് ഇരു സൈഡുകളിൽ നിന്നും ഈ മൺസൂൺ കാറ്റുകളെ തടയുകയാണ്. ആ ഒരു ഭാഗത്ത് മാത്രം മഴ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു മണലാരണ്യമായി മാറും. ഇതെല്ലാമാണ് നമ്മുടെ ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനും കാരണമായ സാഹചര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, അരാവലി മലനിരകൾ മൺസൂൺ കാറ്റുകളെ ഇരു സൈഡിൽ നിന്നും വരുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചൂട് കാരണം അല്ലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത അവിടെ കുറയ്ക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ മരുഭൂമി രൂപവത്കരണത്തിന്റെ കാരണങ്ങളാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ഥാർ മരുഭൂമി പ്രദേശം ഒരു മഴനിഴൽ പ്രദേശമാണോ? എങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ഏത് ശാഖയെ അടിസ്ഥാനമാക്കിയാണ് ഥാർ മരുഭൂമിയെ ഒരു മഴനിഴൽ പ്രദേശമാണെന്ന് പറയാനാവുക? ഥാർ മരുഭൂമി പ്രദേശം ഒരു മഴനിഴൽ പ്രദേശമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖയെ അടിസ്ഥാനമാക്കിയാണ് ഥാർ മരുഭൂമിയെ ഒരു മഴനിഴൽ പ്രദേശമെന്ന് നമുക്ക് പറയാനാവുന്നത്. അതേപോലെ തന്നെ ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ അരാവലി പർവ്വതനിരയുടെ പങ്കെന്താണ്? അരാവലി പർവ്വതനിരകൾ ഥാർ മരുഭൂമിയുടെ കിഴക്കൻ അതിർത്തിയായി നിലകൊള്ളുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് ഈ പർവ്വതനിരകൾ തടസ്സമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകൾക്ക് അരാവലിക്ക് മുകളിലൂടെ കടന്നു പോകാൻ കഴിയുന്നു. ഇത് അരാവലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകും. പക്ഷേ ഈ അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് മഴനിഴൽ പ്രദേശം രൂപപ്പെടുന്നതിനും ഇത് കാരണമാകുന്നു. ഈ മഴനിഴൽ പ്രദേശമാണ് കാലക്രമേണ നമ്മുടെ ഥാർ മരുഭൂമിയായിട്ട് മാറിയത്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. മരുസ്ഥലി, അതായത് വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. പിന്നെന്താണ്? രാജസ്ഥാൻ ബാഗർ, അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. അപ്പോ മരുസ്ഥലി ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പാണ് മരുസ്ഥലി. ഇവിടത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്ര നിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ശിലകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ശിലകൾ ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. ഗ്രാനൈറ്റ് ഭൗമ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. മാഗ്മ അല്ലേ, നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഉരുകി എല്ലാ ലോഹവും പാറയും എല്ലാം കൂടെ ഉരുകി ഇരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഗ്മ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ലാവ എന്ന് പറയും. ഈ മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് ഉള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. അപ്പൊ അതിലൊരു പ്രത്യേകമായിട്ടൊരു ഗ്രെയിൻ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മാർബിൾ കടകളിലൊക്കെ കാണുമല്ലോ, നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാമല്ലോ. അപ്പൊ പല നിറങ്ങളിൽ അതിനകത്തെ മിനറൽസ് ആണ് നമ്മൾ ഈ നിറങ്ങളായിട്ട് കാണുന്നത്. പല മിനറൽസും ഉണ്ട് അതിനകത്ത്. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു കളറിനും പാറ്റേണിനും കാരണം. പിന്നെന്താണ്? നൈസ് എന്ന് പറഞ്ഞല്ലേ, ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. അതായത് ഈ ഗ്രാനൈറ്റ് തന്നെ ഉയർന്ന പ്രഷറിലും ടെമ്പറേച്ചറിലും എന്താണ് വന്ന് മാറ്റങ്ങൾ വരുന്നതാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് ഈ നൈസ് എന്ന് പറയുന്ന ശിലകൾ. പിന്നെ ഷിസ്റ്റ് എന്താണ്? അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, അതായത് ഈ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ, താപവും മർദ്ദവും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന
ശിലകളാണ്. അവസാദ ശിലകൾക്കാണ് ഇവിടെ മാറ്റം വരുന്നത് കേട്ടോ, സെഡിമെന്ററി സ്റ്റോണുകൾക്ക്. ഓക്കെ, അപ്പോ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ത്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് ഈ മണൽക്കൂനകൾ? എവിടെയുള്ള മണൽക്കൂനകളാണ്? സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഈ മണൽക്കൂനകളാണ് ത്രിയാൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള രാജസ്ഥാൻ ബാഗറാണ്. അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു കേട്ടോ. രോഹി ഫലഭൂയിഷ്ടമായ തുരുത്തുകളാണ് കേട്ടോ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി പൂർണ്ണമായിട്ട് ഒഴുകി കടലിലേക്ക് ചേരുന്നില്ല, പകുതി വഴിക്ക് വെച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതറിയാമല്ലോ അല്ലെ? അപ്പൊ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്ന് അറിയപ്പെടുന്നു. ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായ് കേട്ടോ, ലിൽറി, സുക്രി, ജവായ് തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാംഭാർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംഭാർ തടാകം ജയ്പൂരിനെ ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ച കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പ് ഉൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ ഉപ്പുപാടങ്ങളാണ് ഈ ഏരിയയിൽ മെയിനായിട്ട് ഉള്ളത്. ആ നാട്ടുകാർക്ക് ഒരു വരുമാന സ്രോതസ്സുമാണ്. അപ്പോൾ സാംഭാർ തടാകത്തിന് പുറമെ രാജസ്ഥാനിലുള്ള മറ്റ് പ്രധാന ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സാംഭാർ തടാകത്തിന് പുറമെ മറ്റ് പ്രധാന ഉപ്പ് തടാകങ്ങൾ ദഗാന, കുച്ചമാൻ, ലൂൺ കരൺസർ, ഡിഡ്വാന, പച്ഭദ്ര തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഥാർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടാനുള്ള കാരണം എന്താണ്? റീസൺ ഫോർ ഹൈ സലിനിറ്റി ഇൻ ഥാർ ഡെസേർട്ട് വാട്ടർ ബോഡീസ്. എന്തുകൊണ്ടായിരിക്കാം കാരണം? ഉയർന്ന ബാഷ്പീകരണം നടക്കുന്നു അല്ലെ, ഹൈ ഇവാപറേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ മരുഭൂമിയിലെ ഉയർന്ന താപനിലയും കുറഞ്ഞ ഈർപ്പവും കാരണം ജലാശയങ്ങളിൽ നിന്ന് വെള്ളം അതിവേഗം ബാഷ്പീകരിച്ച് പോകുന്നു. ഇത് വെള്ളത്തിലെ ലവണങ്ങളുടെ സാന്ദ്രത, ഡെൻസിറ്റി വർദ്ധിപ്പിക്കും. പിന്നെന്താണ്? പുവർ ഡ്രെയിനേജ്, അപര്യാപ്തമായ നീർവാർച്ചയാണ് ഇവിടെ. മരുഭൂമിയിലെ ജലാശയങ്ങൾക്ക് പലപ്പോഴും പുറത്തേക്ക് ഒഴുകിപ്പോകാൻ കാര്യക്ഷമമായ നീർവാർച്ചാ സംവിധാനം ഇല്ല. ഇതുകൊണ്ട് ലവണങ്ങൾ അടിഞ്ഞുകൂടാനും ഇടയാക്കുന്നു. പിന്നെന്താണ്? ലവണാംശമുള്ള മണ്ണായിരിക്കാം അവിടെ ഉള്ളത്, സലൈൻ സോയിൽ ആയിരിക്കാം അല്ലെ. അപ്പൊ മരുഭൂമിയിലെ മണ്ണിൽ സ്വാഭാവികമായി ലവണാംശം വളരെ കൂടുതലാണ്. മഴവെള്ളം ഈ ലവണങ്ങളെ അലിയിച്ച് ജലാശയങ്ങളിലേക്ക് എത്തിക്കുന്നു. പിന്നെന്താണ്? ഭൂഗർഭ ജലത്തിന്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ചില പ്രദേശങ്ങളിൽ ലവണാംശമുള്ള ഭൂഗർഭ ജലം ഉപരിതലത്തിലേക്ക് എത്തുന്നത് ജലാശയങ്ങളിലെ ലവണാംശം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ഈ സലിനിറ്റിക്ക് കാരണമായി, അല്ലെങ്കിൽ ഉപ്പ് കൂടുന്നതിന് കാരണമായിരിക്കാം. ഇനി നമുക്ക് ഥാർ മരുഭൂമി പ്രദേശത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ്. ഈ ഭൂരൂപം എങ്ങനെയൊക്കെ രൂപപ്പെടുന്നു എന്നും നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാം. അപ്പോൾ അപവാഹന ഗർത്തങ്ങൾ കേട്ടോ, അപവാഹന ഗർത്തങ്ങൾ, അതേപോലെ ഗുഹകള്, പിന്നെ എന്താണ്? കൂൺശിലകൾ, പിന്നെ ഉള്ളത്
മണൽമേടുകൾ. അപ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവാഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. അപ്പോൾ തുടർച്ചയായി സംഭവിക്കുന്ന അപവാഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. അപ്പോൾ ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരം ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം അഥവാ അബ്രേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതുകൊണ്ട് മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു മണൽത്തരികളല്ലേ, അപ്പൊ ഒരുപാട് ഉയരം വരെ ഒന്നും ഇത് ഉയർത്തിക്കൊണ്ട് പോകത്തില്ല. ഒരു നിശ്ചിത ഉയരം വരെ ഈ കാറ്റ് ഇതിനെ കൊണ്ടുപോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു പാറയുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ആ പാറയില് തട്ടി 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 ഈ മണൽ ഇങ്ങനെ ഉരസി 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 അല്ലെ പോളിഷ് ചെയ്തെടുക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പൊടിച്ചെടുക്കുക ഈ മണ്ണും കൊണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് വരയ്ക്കുന്ന പോലെ തന്നെ സംഭവിക്കുവാണ് അവിടെ. കാറ്റിൽ ഈ മണൽത്തരികൾ ഇങ്ങനെ അതിനെ ചുറ്റി ഇങ്ങനെ പോവുക. അങ്ങനെ ഉരസി 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 അത്രയും ഭാഗത്തെ ആ അവിടെ ഉള്ള ആ കല്ലിന്റെ ഭാഗങ്ങൾ മൊത്തം പൊടിഞ്ഞു പോകും. അത് എന്നിട്ട് ആ പൊടിഞ്ഞു പോകുന്നതും ഈ മരുഭൂമിയിലെ മണലായിട്ട് തന്നെ മാറുകയാണ്. അപ്പൊ ഒരു കൂണ് രൂപത്തിലുള്ള സ്ട്രക്ചർ പോലെ അവിടെ ഫോം ചെയ്യും. അപ്പോൾ അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് കൂൺ സമാനമായ ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ നമ്മൾ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺ ശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതിയിൽ കൈവരിക്കുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഥാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ അഥവാ മണൽമേടുകൾ രൂപീകരിക്കുന്നു. സാൻഡ് ഡ്യൂൺസ് എന്ന് പറയും. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണിവ. ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോ ബർക്കൻസ് കേട്ടോ, ഈ ഒരു ഭാഗം നമ്മുടെ പരീക്ഷകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബർക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളാണ്. നിക്ഷേപണ പ്രക്രിയയാണ് അല്ലേ, മണല് നിക്ഷേപണ പ്രക്രിയ മൂലം രൂപപ്പെടുന്നതാണ്. പിന്നെന്താണ്? പാരാബോളിക് മണൽമേടുകൾ. പിന്നെന്താണ്? സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇതിന്റെ ഈ രൂപങ്ങൾ കാണാൻ സാധിക്കും. കാറ്റിന്റെ ദിശ, വേഗത എന്നിവ അനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റവും സംഭവിക്കാറുണ്ട്. മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് എന്താണ്? വരണ്ട മണലാരണ്യമാണ് അല്ലെ. എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട്. അവയെ നമ്മൾ മരിപ്പച്ചകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മരിപ്പച്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെയാണ് മരിപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭജല സ്രോതസ്സുകളാലോ ആണ് മരിപ്പച്ച രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യം, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കാലാവസ്ഥ, നമ്മുടെ ഈ മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച് ആണ്. അപ്പോൾ വേനൽ കനത്തു. രാജസ്ഥാൻ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റിന് ശക്തിയേറി, കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം. അപ്പോൾ ജൂൺ 4 കാര്യമാണ് ആ പറഞ്ഞത്. അതേസമയം ഥാർ മരുഭൂമിയിൽ പൊടിക്കാറ്റ് വ്യാപകം, ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. അപ്പോൾ അത് രാജസ്ഥാനിലെ കാര്യം തന്നെയാണ്. മെയ് 28 നടക്കുന്നതാണ്. പിന്നെ എന്താണ്, രാജസ്ഥാനിലെ ഫലോദി 5.6 ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു. തണുപ്പാണിപ്പം. അപ്പോൾ ജനുവരി 10 കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം പത്രവാർത്തകളാണ്. രാജസ്ഥാനിലെ കാര്യങ്ങളായി പറഞ്ഞത്, കാലാവസ്ഥയിലെ കാര്യങ്ങൾ. അപ്പോൾ വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടുന്നു. ചൂട് കൂടുമ്പോഴോ പൊടിക്കാറ്റ്, അതിന്റെ ശല്യം വേറെ. പിന്നെന്താണ്, തണുപ്പ് കാലം ആകുമ്പോഴേ നല്ലപോലെ മരവിക്കാനും തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞിരുന്നല്ലേ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയിലെ മഴക്കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവാണ്. മൺസൂൺ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലേ, നമ്മുടെ മരുഭൂമിയിലെ കാലാവസ്ഥയെക്കുറിച്ച്. ഇനി നമുക്ക് മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. മരുഭൂമി മണ്ണ് എന്ത് തരം മണ്ണാണ്? വരണ്ട മണ്ണാണ് അല്ലെ, പൊടിമണ്ണാണ്, വരണ്ട പൊടിമണ്ണ്. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിന് അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് ഈ മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതുകൊണ്ട് തന്നെ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണം ഉള്ളതാണ്. സലൈൻ ആണല്ലേ. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഭയങ്കര കലുഷിതമായ ഈ കാലാവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ ഈ ചെടികളും അതിനനുസരിച്ചുള്ള എവല്യൂഷൻ കാണിക്കും അല്ലേ. വളരെ കുറച്ച് ജലം മാത്രം ആവശ്യം മതിയായിരിക്കും ഈ ഒരു ചെടികൾക്ക്. മറ്റ് മൃഗങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന അല്ലെ ആ ചെറിയ ഒരു അളവിൽ ലഭിക്കുന്ന അവരുടെ തീറ്റയിൽ നിന്ന് തന്നെ ആ ജലം അവരെ ആഗിരണം ചെയ്യും. അപ്പോൾ നമ്മുടെ സസ്യജാലങ്ങളുടെ കാര്യം ആദ്യം നമുക്ക് നോക്കാം.
മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾച്ചെടികളെ നമുക്കറിയാം അല്ലെ. ഥാർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണിവ. അപ്പൊ ഈ ചെടികളുടെ പ്രത്യേകത എന്താണ്? ഒരു പച്ച നിറത്തിൽ അല്ലെ, കട്ടിക്ക് നല്ല മാംസളമായ പച്ച നിറത്തോടു കൂടിയ തണ്ടാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഈ ചെടികളിൽ ഇലകളുണ്ടോ? ഇലകളുണ്ട്, പക്ഷേ അത് മുള്ളുകളായിട്ട് രൂപം പ്രാപിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അതിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ്, ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് മുള്ളുകളായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ, പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. അക്കേഷ്യ മരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അത് എങ്ങനെയോ വേറെ നാട്ടിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് വെച്ച് വളർത്താനോ ഭയങ്കര മുള്ളുകളാണ്. അപ്പോൾ ഈ അക്കേഷ്യ മരമാണ് ഈ നമ്മുടെ ജിറാഫ് ഒക്കെ ഉണ്ടല്ലോ, ആഫ്രിക്കയിലൊക്കെ ഉണ്ട് ഇത്. മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ, വരണ്ട പ്രദേശങ്ങളിൽ വളരുന്നതായോണ്ട്. അപ്പോൾ ജിറാഫുകൾ, അവരുടെ മെയിൻ ആഹാരമാണ് ഈ അക്കേഷ്യ മരം. ജന്തുജാലങ്ങൾ, മരുഭൂമിയിലെ ജന്തുജാലങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. ഥാറ് നിരവധി പക്ഷികളുടെയും ഉരകങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ഥാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യം നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കും. മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മണൽപ്പരപ്പുകളിൽ ജനജീവിതം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ കൃഷി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ, മനുഷ്യർ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃഷി കാണും. അപ്പോൾ പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. ചെടികളുടെ വളർച്ചയ്ക്ക് ജലം വളരെ ആവശ്യമാണ് അല്ലെ. പക്ഷെ ഇവിടെ മിതമായ അളവിൽ മാത്രമേ നമുക്ക് ജലം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മിതമായ ജലം മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യം പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലെ ജലസേചനത്തിനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്നും അറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കൂടി കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന് മൃഗപരിപാലനത്തിന് ഒരു മുതൽക്കൂട്ടുമായി മാറി. അപ്പോൾ മൃഗപരിപാലനം, മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ വരണ്ടതോ ആയതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണ്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയവയൊക്കെയാണ് പ്രധാന വളർത്തു മൃഗങ്ങൾ. ഖനനം, നമ്മുടെ നാട്ടിലെ മാർബിൾ, നമ്മളെപ്പോഴും
പറയുന്ന കേൾക്കാറുണ്ട് അല്ലെ, പരസ്യങ്ങളിലൊക്കെ രാജസ്ഥാൻ മാർബിൾസ് എന്ന് പറയും. അപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും ഇവിടെ തന്നെ ഉണ്ട്. ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. ഈ മാർബിളിന്റെ തനതായ നിറമൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ട് ഒരു യെല്ലോയിഷ് നിറം ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ ആസിഡ് റെയിൻ ഒക്കെ കാരണമാണ്, അന്തരീക്ഷ മലിനീകരണം കാരണമാണ്. അപ്പോൾ കരകൗശല വ്യവസായമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകത്തിന്റെ തോലുപയോഗിച്ച് ലാമ്പ് ഷെയ്ഡ്, പൗച്ച്, പാദരക്ഷകൾ എന്നിവയൊക്കെ ഉള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഊർജ ഉൽപാദനം, ശക്തിയായി വീശുന്ന കാറ്റുണ്ട് ഇവിടെ അല്ലെ. അപ്പോൾ ഈ ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ഒരു പ്രസൻസും ഇവിടെ ഉണ്ട്. കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഥാർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനൽ ഉപയോഗിച്ചും ഥാർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാൻ ഡീസലിനേഷന് ആണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. ഇനി വിനോദസഞ്ചാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഥാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയ ഉദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവയൊക്കെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. മാത്രമല്ല ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ഥാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷ അവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാകുന്നു. താപനില വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നു. മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവയും ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകില്ല. കടുത്ത ചൂടില് ഈ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗതം തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നു ഇവിടെ. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജനജീവിതം ആണ് ഏറ്റവും സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അധ്യായം.